السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. ഏതൊരാളും ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതമാണ്. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നത്. നമുക്ക് ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ കുടുംബം പോറ്റാൻ മറ്റു പല ആവശ്യങ്ങൾക്കും നമുക്ക് പല സൗകര്യങ്ങളും ആവശ്യമായി ഇവിടെ വരുന്നുണ്ട്. അതെല്ലാം ഒരാൾക്ക് അല്ലാഹു തആല അവന് വേണ്ട രൂപത്തിൽ നൽകപ്പെടുകയാണെങ്കിൽ അവൻ്റെ ജീവിതം എല്ലാ നിലക്കും സന്തോഷവും സമാധാനവുമാകില്ലേ. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹു ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിക ഖഫാഫൻ വകന്നഅഹു അല്ലാഹു ബിമാ ആതാഹു. ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ച മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ അവൻ വിജയിച്ചിട്ടുണ്ട്. എന്നിട്ടോ മുത്തുനബി തങ്ങൾ പറയുക റസിഖ ഖഫാഫൻ, അവനക്ക് ആവശ്യമായ രൂപത്തിലുള്ളത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ടല്ല, അമിതമായിട്ടല്ല. അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ രൂപത്തിലുള്ള ഭക്ഷണം, അവൻ മക്കൾക്കുള്ള ഭക്ഷണം, അവർക്കും അവനും വേണ്ടി ആവശ്യമായ രൂപത്തിലുള്ള വസ്ത്രം, അതുപോലെ തന്നെ വീട്, ഇതൊക്കെ ലഭിച്ച ഒരാൾ എന്നിട്ടോ റബ്ബ് തന്നത് കുറച്ചാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു വിശാലമായൊരു മനസ്സും ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്തുവെങ്കിൽ അവനാണ് സത്യത്തിൽ മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുന്നവൻ. പക്ഷേ ഒരാൾക്ക് അല്ലാഹു തആല ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവൻ്റെ മനസ്സിലെന്താ, എൻ്റെ അയൽവാസിൻ്റെ വീടിൻ്റെ അത്ര വലിപ്പം എൻ്റെ വീടിനില്ലല്ലോ, അവൻ വാങ്ങിയ വാഹനത്തിൽ അത്ര വാഹനം എനിക്കില്ലല്ലോ, അതുപോലെ തന്നെ അവൻ്റെ കച്ചവട സ്ഥാപനം പോലെ അല്ലല്ലോ എൻ്റെ സ്ഥാപനം, അതൊക്കെ വളരെ മോശമാണല്ലോ എന്ന നിലക്കൊക്കെ ചിന്തിച്ച് മനസ്സിൽ അത്തരം അസൂയയും അതുപോലുള്ള ചിന്തകളെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും എത്ര കിട്ടിയാലും ഒരിക്കലും മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം അവർക്കുണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഭൗതികമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നൈമിഷികം മാത്രമാണ്, കുറഞ്ഞ കാലത്തേക്കല്ലേ ഉള്ളൂ. എൻ്റെ ആഖിറം അതാണ്, അവിടുത്തെ വിജയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണല്ലോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. മറ്റൊരാൾക്ക് അല്ലാഹു തആല കൊടുത്തത് ഞാൻ എന്തിനു നസിയപ്പെടണം? അല്ലാഹു തആല അയാൾക്ക് കണക്കാക്കിയത് അല്ലാഹു തആല അയാൾക്ക് കൊടുത്തു, എനിക്ക് കണക്കാക്കിയത് അല്ലാഹു തആല എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്ന നിലക്കുള്ളൊരു വിശാലമായൊരു മനസ്സ് റബ്ബ് തന്നതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ളൊരു വിശാലമായൊരു മനസ്സ് ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അവനാണ് വലിയ വിജയം വരിച്ചവനെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. തന്നതുകൊണ്ട് കിട്ടിയതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ളൊരു വിശാലമായ മനസ്സ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി നമ്മളെ ഈ ലോക വിജയികൾ അല്ലാഹു ചേർത്ത് തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.